വൻ നഴ്സിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. ചങ്ങനാശ്ശേരി സ്വദേശിയും കനേഡിയൻ പൗരനുമായ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെ ആണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 56ഓളം കേസുകളുണ്ട് ഇയാൾക്കെതിരെ. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി? പോലീസിന്റെ വിശദീകരണം എങ്ങനെ? സജിത്ത്, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ചും പോലീസ് നൽകുന്ന വിവരമനുസരിച്ചും വലിയ വ്യാപ്തിയുള്ള കേസ് തന്നെയാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകം ഏതാണ്ട് 12 പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ്. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് 55ഓളം ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇയാൾ കാനഡയിൽ തങ്ങുകയായിരുന്നു. കാനഡയിലും പക്ഷേ ഇയാൾക്കെതിരെ കേസ് വരുന്നു. അങ്ങനെ കാനഡയിൽ നിന്ന് ഇയാൾ അവിടെ നിന്ന് മാറുന്നു. ഏറ്റവും ഒടുവിൽ BSFന്റെ എമിഗ്രേഷൻ വിഭാഗത്തിന്റെ സഹായത്തോടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് ഈ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെ പോലീസ് പിടികൂടുന്നത്. ഇയാൾ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഇന്ത്യ ക്യാൻ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിയിരുന്നു. ഏതാണ്ട് ഒരു വർഷം മുൻപ് പോലീസ് റെയ്ഡ് നടത്തുകയും പരാതി വന്നതോടെ റെയ്ഡ് നടത്തുകയും അത് അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തിരുന്നതാണ്. എറണാകുളത്ത് ആണ് ഇയാൾ താമസിച്ചിരുന്നത്. പനങ്ങാടാണ് ഇയാൾ സ്ഥിരതാമസം ആക്കിയിരുന്നത്. ഇയാൾ ആകെ 2-3 പേരെ മാത്രമാണ് വിദേശത്തേക്ക് കാനഡയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ 2-3 പേരെ കൊണ്ടുപോയി എന്ന പേരിലാണ് ഇത്രയധികം ആളുകളിൽ നിന്ന് ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ്. പരാതിക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കെല്ലാം പണം നഷ്ടമായവരാണ്. അവരാരും മാധ്യമങ്ങളോടടക്കം ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത്രയധികം പലരുടെയും അവരുടെ ജീവിതം മുഴുവൻ സമ്പാദിച്ചത് പലതും പണയപ്പെടുത്തിയാണ് പലരും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 100-100ലധികം പരാതികളെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകും. നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഏതാണ്ട് 4 കോടി രൂപയോളം എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന കണക്ക്. അതിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. പ്രതിയെ ഒരുപക്ഷെ വൈകാതെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വലിയ തട്ടിപ്പ് സംസ്ഥാനത്തൊട്ടാകെ, അതായത് ഒരുപാട് എടത്വ, കരുനാഗപ്പള്ളി, പത്തനംതിട്ട, കൂത്താട്ടുകുളം, പേരാമംഗലം, മരങ്ങാട്ടുപള്ളി, വൈക്കം, ഫോർട്ട് കൊച്ചി, അങ്കമാലി, ചങ്ങനാശ്ശേരി, എലത്തൂർ, തൊടുപുഴ, പള്ളിക്കത്തോട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് നിലവിൽ കേസ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൂടുതലുണ്ട്. അതായത് ഇതൊരു സംസ്ഥാന വ്യാപക തട്ടിപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 64 വയസ്സ് ഉള്ള ആളാണ് ഇയാൾ. ഇയാളുടെ മക്കളും ഒക്കെയും കാനഡയിലുണ്ട്. അവിടെ ഡോക്ടർമാരൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നവർ. എന്തായാലും വലിയൊരു തട്ടിപ്പിലെ പ്രതിയെയാണ് ചിങ്ങവനം പോലീസ് അതും രാജ്യത്തിന് പുറത്തു നിന്ന് തന്നെ, അതിർത്തിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്ന നില വന്നിരിക്കുന്നത്. സജിത്ത്, ശരി. വൻ നഴ്സിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതിയാണ് പിടികൂടിയിരിക്കുന്നത്. കനേഡിയൻ പൗരൻ കൂടിയായ ഒരു വ്യക്തിയെ കൂടിയാണ് പിടികൂടിയിരിക്കുന്നതെന്നാണ് പ്രാധാന്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.